നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റി ഓടിച്ചപ്പോൾ ശരാശരി 4446 രൂപയുടെ വർധനവ് വന്നിരിക്കുകയാണ്. 11:45 മുതൽ 12:10 ടൈമിൽ എടുത്താൽ പിന്നെ ഒരു 4000 രൂപ കളക്ഷൻ അധികം കിട്ടുമെന്ന്. നാളെ മുതൽ 11:50 വണ്ടി കേട്ടോ. നിങ്ങൾ പറഞ്ഞ സമയം അനുസരിച്ച് 11:50 വണ്ടി തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി നാളെ 11:50 നിങ്ങൾ വണ്ടി എടുക്കാം. ആര് തടഞ്ഞാലും നിങ്ങൾ 11:50 വണ്ടി എടുത്തു. ഇതായിരുന്നു മന്ത്രിയോട് തൃശ്ശൂർ ഡിപ്പോയിലെ കണ്ടക്ടറായ അജയൻ്റെ അഭ്യർത്ഥനയും ഇതിനെ തുടർന്ന് മന്ത്രി നൽകിയ ഉറപ്പും. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. അജയ, ഗുഡ് മോർണിംഗ്. ഗണേഷ് കുമാറാണ് മിനിസ്റ്റർ. ഞാൻ വിളിച്ചത് അജയൻ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ അന്ന് തന്നെ അനുവാദം തന്നു 11:50 വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് ഈ KSRTCക്ക് വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റി ഓടിച്ചപ്പോൾ ശരാശരി 4446 രൂപയുടെ വർധനവ് വന്നിരിക്കുകയാണ്. 2 ദിവസമായി ആദ്യത്തെ ദിവസം 7835 രൂപ വന്നിട്ട് രണ്ടാമത്തെ ദിവസം 1057 രൂപ വന്നിട്ടുണ്ട്. ശരാശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതിന് മറ്റേ കാര്യത്തിന് അഭിനന്ദിച്ചതുപോലെ ഇതിനും അഭിനന്ദിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഈ KSRTC ഡിപ്പോയിലിരിക്കുന്നവർക്കൊക്കെ എന്താണ് ജോലി? ബസ്സിൻ്റെ സമയം വർദ്ധിപ്പിക്കാൻ കണ്ടക്ടർ മന്ത്രിയോട് നേരിട്ട് വിളിച്ച് ആവശ്യപ്പെടുന്നു. ഒടുവിൽ മന്ത്രി ബസ്സിൻ്റെ സമയം അപ്പോൾ തന്നെ മാറ്റി നൽകി. ഇതോടെ വർദ്ധിച്ചത് 4000 രൂപയുടെ കളക്ഷനാണ്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ വാക്ക് അക്ഷരം പ്രതി പാലിച്ച് കണ്ടക്ടർ ബസ്സിൻ്റെ സമയം മാറ്റി നൽകിയാൽ 4000 രൂപയിലധികം വർദ്ധിപ്പിച്ച് നൽകാമെന്ന് തൃശ്ശൂർ ഡിപ്പോയിലെ കണ്ടക്ടർ അജയനാണ് ഗതാഗത മന്ത്രിക്ക് ഉറപ്പ് കൊടുത്തത്. അപ്പോൾ തന്നെ മന്ത്രി ഇടപെട്ട് സമയം മാറ്റി നൽകി. ഇതോടെ ശരാശരി കളക്ഷൻ 4000 രൂപയിലധികം വർദ്ധിച്ചു. തൃശ്ശൂർ തൊട്ടിപ്പാലം റൂട്ടിലെ കണ്ടക്ടറാണ് അജയൻ. ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് ജീവനക്കാരെ അഭിനന്ദിക്കാൻ മന്ത്രി നേരിട്ട് വിളിച്ചപ്പോഴായിരുന്നു ഗതാഗത മന്ത്രിക്ക് അജയകുമാർ വരുമാനം സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. ഇതനുസരിച്ച് വാക്കുപാലിച്ച കണ്ടക്ടറെ മന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ. സമയം വണ്ടി ഓടിയെത്താനോ? ആയിക്കോട്ടെ. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യം റിസൾട്ട് കിട്ടി, അത് കിട്ടി തുടങ്ങി എന്ന് പറയാൻ വേണ്ട. ആദ്യത്തെ ദിവസം മാറ്റി ഓടിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നോക്കണ്ടേ. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ ദിവസം 24/5 മാറ്റി ഓടിച്ചപ്പോൾ 7815 രൂപ കിട്ടി. 25-ന് 1057 വന്നുള്ളെങ്കിലും രണ്ടും ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ശരാശരി 4446 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4446 കിട്ടിയെന്ന് പറയുമ്പോൾ ഓഫർ ചെയ്ത് 4000 കിട്ടുമെന്നില്ല എന്നോട് പറഞ്ഞു. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായില്ല, തുടർന്ന് ദിവസങ്ങളിൽ നീ കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. ഇത് ഞാനിത് പറയുന്നത് മറ്റുള്ള കണ്ടക്ടേഴ്സിന് ഇത് മാതൃകയാണ്. അവരെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടുണ്ട്. നിങ്ങൾ എന്നെ അറിയിക്കുക, എൻ്റെ ഓഫീസിൽ അറിയിക്കുക. കൃത്യമായി നമ്മൾ കറക്റ്റ് ചെയ്യും. ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടരുത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.